വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ പ്രഗ്നൻസി ജേണിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേണിയെ പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ അത് കുറച്ച് പാർട്ടായിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ, കാരണം ഞാൻ എടുക്കുമ്പോൾ എന്തായാലും ലോങ് ആവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അങ്ങനെയായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം എൻ്റെ മാരേജൊക്കെ കഴിഞ്ഞ് ഒരു 6 years കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അതിന് മുന്നേ 2 വട്ടം അബോർഷൻ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് 2 അബോർഷൻ റിക്കറൻ്റായിട്ട് അടുപ്പിച്ചായിരുന്നു കേട്ടോ എനിക്ക് അബോർഷൻ വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അബോർഷൻ ആവുന്നതെന്ന് അറിയാൻ, അതായത് 2 വട്ടം എന്തായാലും അബോർഷനായി. അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര ടെൻസ്ഡായി. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ അബോർഷൻ ആവുന്നതെന്ന് നമുക്ക് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞു, നമുക്കിനി ട്രൈ ചെയ്യണ്ട, എന്താണെന്നുള്ളത് നമുക്കുള്ളിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്കൊന്നും കൂടി നോക്കാം. കാരണം ഒന്നും കൂടി താങ്ങാനുള്ളൊരു മനസ്സിനുള്ളൊരു ഇതില്ലായിരുന്നു കേട്ടോ എനിക്ക്. മെൻ്റലി ഞാൻ അത്രയും സ്റ്റേബിൾ അല്ലായിരുന്നു. കാരണം ഇങ്ങനെ 2 വട്ടം അടുപ്പിച്ചായപ്പോൾ തന്നെ ഞാൻ ഭയങ്കര വീക്കായി. അങ്ങനെ ഏട്ടൻ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് അടുത്ത എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ കാണിച്ചപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത് എനിക്ക് PCOD ഉണ്ടെന്ന്. അങ്ങനെ കുറച്ച് നാൾ അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ടും എനിക്ക് അങ്ങനെ മാറുന്നില്ല. എനിക്കിത് ഈ PCODയുടെ ഇത് ഉള്ളതുകൊണ്ട് എനിക്ക് ആവുന്നില്ല, എനിക്ക് ആവുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് ആളെ ട്രീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ കുഴപ്പമില്ല, ഓക്കെയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർ ഇങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നില്ല. പിന്നെ ഈ കൊറോണയുടെ ഒരു ഇതും ലോക്ക്ഡൗണും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്നപ്പം ആകെ മൂഡ് ഓഫായി. പിന്നെ ആവുന്നെങ്കിൽ ആവട്ടെ എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്തയിലോട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ആവുമ്പോൾ ആവട്ടെ എന്നായി. അങ്ങനെ ഇരുന്നിട്ടും ഒത്തിരി ഇതായിട്ടും നമുക്ക് ആവുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, ഇത് ഇനിയിപ്പോൾ എന്തുകൊണ്ടാവുന്നില്ല, ഇനിയിപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും മാറ്റി കാണിച്ചു നോക്കിയാലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതി, എന്നാൽ നമുക്ക് ഒന്നും കൂടി ഡയറ്റ് ചെയ്തിട്ട് നോക്കാം. അങ്ങനെ ഡയറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ സബൈൻ ഹോസ്പിറ്റലിൽ ഒരു വീഡിയോ റെയറായിട്ട് കണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി എൻ്റെ അടുത്ത് സബൈനിൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കരുതി, എന്നാൽ പിന്നെ നമുക്ക് സബൈൻ ഹോസ്പിറ്റലിനെ പറ്റി കുറച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞു. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ കണ്ടു. ആ ഇടയ്ക്ക് അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയുടെ പേര് ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല, ആ ചാനലിൻ്റെ പേര്. പക്ഷേ ആ ചേച്ചി അന്ന് അവിടുത്തെ ഒത്തിരി നല്ല നല്ല വീഡിയോസ് ഇടുമായിരുന്നു ആ ടൈമിൽ. അപ്പം ഞാൻ അതൊക്കെ കണ്ട് മനസ്സിലാക്കി പിന്നെ അവിടെ വിളിച്ച്, എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ തീരുമാനിച്ചത്. പക്ഷേ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് എന്തോ ഏട്ടൻ്റെ ജോലിയുടെ ഒരു ആവശ്യമൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ച ആവുന്നെങ്കിൽ ആവട്ടെ. പക്ഷേ സബൈൻ ഹോസ്പിറ്റൽ എന്നുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പിന്നെ ഏട്ടനോട് പറഞ്ഞു, ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, നമുക്ക് എന്തായാലും ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം, അവിടെയും കൂടി കാണിച്ച് നോക്കാം, അവരെന്താ പറയുന്നതെന്നൊന്ന് നോക്കാം, വേറെ എങ്ങും കാണിക്കണ്ട എന്നുള്ളത് ഇങ്ങനെ മനസ്സിലായി. അതിനിടയിൽ ഞങ്ങൾ കൊറോണയൊക്കെ കഴിഞ്ഞ നിൽക്കുന്ന ആ ഒരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തൊരു ഹോസ്പിറ്റലിൽ ഞങ്ങളിങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കുറച്ചൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പക്ഷേ അത് കണ്ടിന്യൂസ് ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം പുള്ളിക്കാരൻ കുറച്ച് നാൾ എറണാകുളത്തും ഞാൻ കുറച്ച് നാൾ കൊല്ലത്തുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റിനൊന്നും പറ്റിയിരുന്നില്ല. അങ്ങനെ പിന്നെ അവിടുത്തെ ഡോക്ടർ എന്തോ മാറിപ്പോയത് വെച്ചിട്ട് പിന്നെ പോകുമ്പോൾ എനിക്കൊരു ഇതുപോലെ അസ്വസ്ഥത പോലെ പോകുമ്പം, കാരണം ഞാൻ 2ാമത്തെ പ്രഗ്നൻസി അവിടെ കാണിക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഞാൻ 2ാമത് പ്രഗ്നൻ്റ് ആണെന്ന്. അവിടുത്തെ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ നാട്ടിൽ നമ്മൾ കൊല്ലത്ത് വന്ന്, ട്രിവാൻഡ്രത്ത് നല്ല അറിയുന്നത്, ഞങ്ങൾ കൊല്ലത്ത് വന്നിട്ട് ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്. പക്ഷേ അധികം വീക്കൊന്നും ആയിട്ടില്ല. 2ാമത്തെ പ്രഗ്നൻസിയുടെ ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്, അബോർഷൻ ആയതിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അധികം വീക്കൊന്നും ആയിട്ടില്ല, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, ഒരു വീക്കും കൂടി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, ഇത് പ്രഗ്നൻസി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, കാരണം ചെറിയ ബ്ലീഡിങ് ഉള്ളിൽ കാണുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത്. അപ്പോൾ അതും എനിക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അടുത്ത 2ാമത്തെ ആഴ്ച ആവുന്നതിന് മുമ്പേ എനിക്ക് ബ്ലീഡിങ് കാണിച്ച്
അത് അബോഷനായി പോയിട്ടോ. അപ്പോൾ 2 അബോഷൻ ആയപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സ് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പം റിക്രാൻ്റെ അബോഷനൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ആവുന്നതെന്നും ഇനി നമുക്ക് ആവില്ലേ, ഞാൻ പ്രഗ്നൻ്റ് ആവില്ലേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായി. അങ്ങനെയാണ് ഈ സഭയിൻ്റെ ഒരു ഇതെൻ്റെ ഉള്ളിൽ കിട്ടിയപ്പോൾ ഇനി ഞാൻ എന്തായാലും സഭയിൽ പോകുള്ളൂ, ഇതെല്ലാം കഴിഞ്ഞൊന്ന് ഒതുങ്ങിയിട്ട് സഭയിൽ മാത്രം കാണിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും എത്തി കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഒരു 2022 ആയപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇനി സഭയിൽ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങാമെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ച്, നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ, നേരത്തെ ബുക്കൊക്കെ ചെയ്ത് ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ വന്നു, ഇന്നൊരു ഡേറ്റ് തന്നവർ, നമുക്ക് പറ്റുന്നൊരു ഡേറ്റ് പറയാം, അപ്പോൾ അവരും ഇങ്ങോട്ടൊരു ഡേറ്റ് പറയും. അങ്ങനെ ഡേറ്റൊക്കെ തന്ന് ഞങ്ങൾ പോയി. അവർ 2-3 ഡേയ്സ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, എന്നാലേ ഡോക്ടറിനെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡോക്ടറിനെ കണ്ട് ഞങ്ങൾ രണ്ടുപേരെയും എല്ലാ ടെസ്റ്റൊക്കെ അവിടെ തന്നെ നമ്മളെല്ലാം ചെയ്ത് കേട്ടോ, ചെയ്യിപ്പിച്ചു. അവരൊന്നും കൂടി ചെയ്യിപ്പിക്കും, അവിടെ ഫുൾ അവരൊന്നും കൂടി ചെയ്യിപ്പിക്കും. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് PCODയുടെ വിഷയമാണെന്ന് പറഞ്ഞു, ഞാൻ മെഡിസിൻ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിസിനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റിലോട്ട് കടന്നു കേട്ടോ. അവർ പറഞ്ഞ ആ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് ഞങ്ങൾ കടന്നു. അതിനുശേഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ, കുറച്ച് മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അവർ പറയുന്ന ഫുഡെല്ലാം അവർ പറയുന്നതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. കുറച്ച് മെഡിസിൻ ഞാൻ 1 മന്ത് മാത്രമേ മെഡിസിൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, നമുക്ക് പറ്റിയൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് വീണയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ലാപ്രോയാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അടുത്ത മാസം തന്നെ ഈ 1 മന്ത് മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് മന്തിൽ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനൊരു ഡേറ്റിൽ നമുക്കൊന്ന് ലാപ്രോ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയും ഞാനും ലവ് മാരേജാണ് കേട്ടോ, അറേഞ്ച്ഡ് അല്ല, ലവ് മാരേജാണ്. അപ്പം ആ വീട്ടിൽ അത്ര എൻ്റെ വീട്ടിൽ അത്ര അടുപ്പത്തിലല്ല. അപ്പം കൂടെ വരാനും ഞാനും ഏട്ടനുമാണ് ഫുൾ കാര്യത്തിനും പോകുന്നത്. ഫുൾ കാര്യങ്ങൾക്കും ഞങ്ങൾ രണ്ടുപേരുമാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ അമ്മയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മാത്രമാണ് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും അങ്ങനെ വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല, അതിപ്പോൾ ചില പേഴ്സണൽ വിഷയങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഈ പറഞ്ഞ ലാപ്രോയുടെ ഡേയിൽ ചെന്നു. ലാപ്രോ ഒക്കെ ചെയ്തു. ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല എന്നെ, പക്ഷേ ട്രീറ്റ് ചെയ്യാൻ ആ ഒരു സമയത്ത് തന്നെ ടേക്ക് കെയർ ചെയ്യാൻ ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് നമുക്ക് വേറെ ആരും വേണമെന്ന് ഇല്ല. അവർ പറയാം, കൂടുതലും ഹസ്ബൻഡ് വൈഫുമാണ് നിൽക്കുന്നത്. അപ്പം ചെറിയൊരു സർജറി അല്ലേ, കീ ഹോൾ സർജറി അല്ലേ, അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മെൻ്റലി ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ മാത്രമായാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം തൊട്ടേ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് 2 അബോഷൻ വന്നപ്പോൾ പോലും പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെൻ്റലി ഭയങ്കര ഓക്കെ ആയിരുന്നു. എനിക്ക് പുള്ളി ഉള്ളതാണ് കുറച്ചുകൂടി, ഹസ്ബൻഡ് ഉള്ളതാണ്, ഏട്ടനുള്ളതാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടവും ആഗ്രഹവും എല്ലാം എനിക്ക് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെൻ്റലി ഓക്കെ ആയിരുന്നു. അങ്ങനെ ലാപ്രോ എല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഡോക്ടർ വന്നിട്ട്, ഒരു ലേഡിയാണ് കേട്ടോ വന്നത്, അസിസ്റ്റൻ്റ് ഡോക്ടർ ചെയ്തോണ്ട് ഞാൻ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നേരം പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്, ഇനി തരുന്ന മെഡിസിൻ എല്ലാം കറക്റ്റ് എടുക്കണം, ഞാൻ കറക്റ്റ് മെഡിസിൻ എല്ലാം കഴിക്കണം, ഫുഡ് കറക്റ്റ് കൺട്രോൾ ചെയ്യണം, എന്നിട്ട് 3 സ്റ്റെപ്പാണ് അവർക്കുള്ളത് കേട്ടോ. അന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അവരങ്ങനെയാണ് പറഞ്ഞത്. 3 സ്റ്റെപ്സ് ആണുള്ളത്. ഈ 3 മന്തിൽ നമ്മളുടെ പീരീഡ് കഴിഞ്ഞിട്ടുള്ള 3 മന്തിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഓവുലേഷനിൽ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് നാട്ടിലെടുക്കാം. ആ മെഡിസിൻ നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട് വന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ആ മെഡിസിൻ നമ്മൾ എടുക്കണം. ആ ഓവുലേഷൻ ടൈമിൽ, അവർ പറയുന്ന ടൈമിൽ നമ്മൾ അടുത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ ആ ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട് വന്നിട്ട് ഇഞ്ചക്ഷൻ ഫസ്റ്റ് ഇതിൽ എടുത്തിരുന്നു. അപ്പോൾ 3 സിറ്റിങ്സ് ആയിട്ടാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ എടുത്തിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നോർമലി നോക്കണം. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് പീരീഡ് ആവുന്നതിന് മുന്നേ ആ ഒരു ഡേറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ആയിട്ടുണ്ടോ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു വിട്ട് ഞങ്ങൾ നേരെ ഇങ്ങ് വീട്ടിൽ വന്നു.